നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങി, നല്ല അടിപൊളിയായിട്ട് ചെയ്തു തുടങ്ങി. ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞു അല്ലേ? ഓരോ വീഡിയോസും നിങ്ങൾ നന്നായിട്ട് കാണുക. ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അടുത്ത യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 2 വീഡിയോസ് ചെയ്തു. 2 വീഡിയോസ്, ഒരു വീഡിയോസ് അല്ല 2 വീഡിയോ ചെയ്യാനുള്ള കാരണം എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ അത്രയും മാത്രം നമുക്ക് പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും. അതിനുശേഷം നമ്മൾ മോഷൻ സ്ട്രെയിലിന്റെ ഒരു വീഡിയോ കഴിഞ്ഞു, അടുത്ത 2ാമത്തെ വീഡിയോ ആണ്. അന്നേരം ഇന്നത്തെ വീഡിയോ കൊണ്ട് തീരും. അന്നേരം മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുകയും ചെയ്യും. അന്നേരം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ ഞാൻ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ നന്നായിട്ട് കാണുക. കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവരും നിങ്ങളല്ലേ നന്നായിട്ട് പഠിക്കണം. ഇത്ര ദിവസം 3 ആഴ്ചകളിലോട്ടൊക്കെ കയറി വരികയാണ്. ഒരു ടെൻഷൻ ഇല്ലാതെ പഠിക്കേണ്ട സമയം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അന്നേരം ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് അത് നിങ്ങൾ നന്നായിട്ട് കേട്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് എഴുതി പഠിക്കും വേണം കേട്ടോ. അന്നേരം ഓക്കെ, വാ ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫാണ്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പോൾ ഈ മോഷൻ സ്റ്റൈലിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാഫ് ഇട്ട് നമ്മൾ കൺഫ്യൂഷൻ പെടുത്തി കളയും. അത് നമുക്ക് ഈ ഗ്രാഫുകളുടെ ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. 4 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ആണ്. ലുക്ക് അറ്റ് ദി ഗ്രാഫ്സ് A to D. A മുതൽ D വരെ 4 ഗ്രാഫ് A, B, C, D. Carefully and state with reasons which of these cannot possibly represent one-dimensional motion of the particle. One dimension അല്ലാത്ത ഗ്രാഫുകൾ ഏതാണ്? 1 ഡയമെൻഷൻ അല്ലാത്ത ഗ്രാഫുകൾ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ A, D ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഒക്കെ നമ്മൾ കറങ്ങി കുത്തി എഴുതും. അല്ല, ഈ 4 ഗ്രാഫിന്റെയും പ്രത്യേകത 4 1 ഡയമെൻഷൻ അല്ല എന്നുള്ളതാണ്. അന്നേരം ദി 4 ഗ്രാഫ്സ് A to D ആർ നോട്ട് 1 ഡയമെൻഷൻ. പക്ഷെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇവിടാണ് ഇതിന്റെ കാര്യം ഇരിക്കുന്നത്. സ്റ്റേറ്റ് വിത്ത് റീസൺസോടുകൂടി നമ്മൾ കൃത്യമായിട്ട് പറയണം എന്തുകൊണ്ട് അത് 1 ഡയമെൻഷൻ ആകുന്നില്ല. അത് റീസൺ ഓരോന്നും ശ്രദ്ധിച്ചു കേട്ടു. എളുപ്പം, സിമ്പിൾ. ആദ്യത്തത് ഒരു XT ഗ്രാഫാണ്. XT ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇത് 1 ഡയമെൻഷൻ ആകാത്തതിനുള്ള കാരണം ഇതിന് 2 പൊസിഷൻ ഉണ്ട്. ഒരേ സമയത്ത് തന്നെ 2 പൊസിഷൻ വരുന്നുണ്ട്. 2 പൊസിഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തല്ല? 1 ഡയമെൻഷൻ അല്ല. അത് ക്ലിയർ ആയല്ലോ? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, അതിന് 2 പൊസിഷൻ വന്നു, അതുകൊണ്ട് അതിനെ എന്താക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല? 1 ഡയമെൻഷൻ അല്ല. ഓക്കെ വാ. നെക്സ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിന്റെ പ്രത്യേകത ഒരേ സമയം വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരേ സമയത്ത് വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. ഒരേ സമയത്ത് പോസിറ്റീവും നെഗറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത് 1 ഡയമെൻഷൻ അല്ല. അന്നേരം അതും എന്തല്ല? 1 ഡയമെൻഷൻ അല്ല. അന്നേരം ഓരോന്നിൻ്റെയും എന്തുകൂടെ ശ്രദ്ധിക്കുക? റീസൺ ശ്രദ്ധിച്ചേക്കുക. 3ാമത്തെ ഇത് ടൈമും സ്പീഡും വെച്ചാണ് ഗ്രാഫ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് cannot be നെഗറ്റീവ്. സ്പീഡ് ഒരിക്കലും എന്താകാൻ പാടില്ല? നെഗറ്റീവ് ആകാൻ പാടില്ല. പക്ഷെ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇവിടെ സ്പീഡ് നെഗറ്റീവ് ആയി, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അലോ ചെയ്യത്തില്ല. അതും എന്തുകൊണ്ടല്ല? 1 ഡയമെൻഷൻ അല്ല. 4ാമത്തത് ടൈമും ടോട്ടൽ പാത്ത് ലെങ്ത്. നമ്മളിത് വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഗ്രാഫ് കണ്ടിട്ടുള്ളൂ. ഇതിന്റെ പ്രത്യേകത ഇത് 1 ഡയമെൻഷൻ ആകാത്തതിനുള്ള പ്രത്യേകത ടോട്ടൽ പാത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാൻ പാടില്ല. ടൈമിനനുസരിച്ച് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിക്രീസ് ചെയ്താൽ അത് 1 ഡയമെൻഷൻ അല്ല. ഇതാണ് ഇതിന്റെ 4 റീസൺ. 4 ഗ്രാഫിന് 4 റീസൺ ഉണ്ട്. ആദ്യത്തത് ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. ആദ്യത്തിനകത്ത് 2 പൊസിഷൻസ് ഉള്ളത് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. 2ാമതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് വെലോസിറ്റി അറ്റ് എ ടൈം വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. 3ാമതിനകത്ത് സ്പീഡ് cannot be negative which is not possible. 4th one total path length decreases with time which is not possible. These 4 graphs are not possible for a 1 dimensional motion. 4 ഗ്രാഫും പറ്റത്തില്ല വിത്ത് റീസൺസ്. ക്ലിയർ? ഓക്കെ വാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇനി നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുള്ള നമ്മൾ നോക്കാം.
Can a body have zero velocity and still have acceleration? Give an example. ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റി അന്നേരം തന്നെ ആക്സലറേഷൻ കാണുമോ? സ്റ്റിൽ ഹാവ് ആൻ ആക്സലറേഷൻ. ഗീവ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതിയേക്കായിരുന്നു യെസ് ഓർ നോ. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിരിക്കണം. ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റി ആക്സലറേഷൻ ഉണ്ടോ? ഒരു ഉദാഹരണം പറയാം. ഒരു ബോഡി ഞാനിങ്ങനെ മുകളിലോട്ട് വന്നു, അത് മാക്സിമം ഹൈറ്റിലെത്തി. മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി സീറോ ആയി. അന്നേരം ഒരു ബോഡി മാക്സിമം ഹൈറ്റിൽ അതിന്റെ എന്ത് സീറോ ആണ്? വെലോസിറ്റി സീറോ ആയി. പക്ഷെ അവിടെ ആക്സലറേഷൻ ഉണ്ട്. മുകളിലോട്ട് പോകുന്നതോറും ആക്സലറേഷൻ കുറയും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്, ഒരു -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കറക്റ്റ് ഇല്ലേ? Can a body have zero velocity? Yes. കാരണം മാക്സിമം ഹൈറ്റിൽ അത് എഴുതിക്കണം. മാക്സിമം ഹൈറ്റിൽ എ ബോഡി അറ്റ് മാക്സിമം ഹൈറ്റ് ഹാസ് സീറോ വെലോസിറ്റി. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി സീറോ, ബട്ട് സ്റ്റിൽ ഹാവ് ആൻ ആക്സലറേഷൻ ഓഫ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു വസ്തു മുകളിലോട്ട് പോകുമ്പോൾ ആക്സലറേഷൻ കുറയാണ്, താഴോട്ട് വരുമ്പോൾ ആക്സലറേഷൻ കൂടുക അല്ലേ? അന്നേരം ഇത് കറക്റ്റ് ആണ്. ഓക്കെ, എസ് ആണ്. റീസൺ ക്ലിയർ ആയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Can a body, നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. Can a body be simultaneously at rest and in motion? Give an example. എന്തോ പറയാനാ. ഒരു ബോഡി ഒരേ സമയത്ത് തന്നെ റെസ്റ്റിലും മോഷനിലും വരും. അങ്ങനെയാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ഒരേ സമയത്ത് ഒരു വസ്തു നിങ്ങൾ ആലോചിക്കുക, റെസ്റ്റിലും മോഷനും വരും. എക്സാമ്പിളും കിട്ടും. എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഒരു ബസ് റോഡിൽ ഇങ്ങനെ പോകും. ആ ബസ്സിനകത്ത് അപ്പുറത്തും എല്ലാ ആൾക്കാർ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ഇപ്പുറത്തിരിക്കുന്നു, ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നു. അന്നേരം നമ്മൾ തമ്മിൽ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ റെസ്റ്റാണ് അല്ലേ? നമ്മൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതൊരു റിലേറ്റീവ് നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ എന്താണ്? റെസ്റ്റിലാണ്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ പറയുന്ന പോലെ. എന്നാൽ റോഡിൽ ഇരുന്നുകൊണ്ട് മറ്റൊരാൾ ഈ ബസ്സിനെ നോക്കുവാണെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? അത് മൂവിങ് ആണ്. അന്നേരം ഒരേ സമയത്ത് ഒരേ സംഭവം തന്നെയാണ്, പല ഒബ്സർവർ ആണെന്നേ ഉള്ളൂ. ഒരേ സമയത്ത് ഒരു വസ്തു റെസ്റ്റിലും ആകാം, മോഷനിലും ആകാം. ഈ ബസ്സിന്റെ കാര്യം പറഞ്ഞാൽ അല്ലേ? നമ്മൾ തമ്മിൽ റെസ്പെക്ട് ഈച്ച് അതർ റെസ്റ്റ് ആണ്. പക്ഷെ ഔട്ട്സൈഡിൽ നിന്നൊരു ബസ് ഒരാൾ നോക്കുവാണെങ്കിൽ അത് ബോഡി അല്ലെങ്കിൽ ബസ് എന്ന് പറയുന്നത് മൂവിങ് ആണ്. Can a body? Yes. Sir. അടുത്ത ക്വസ്റ്റ്യൻ. Can a body move with constant speed having a varying velocity? ഇതെന്താ ഈ പ്രശ്നം അറിയാം ഇതിനകത്ത്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയേ പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ചോദിക്കുമ്പോൾ അത് പഠിച്ചു എല്ലാം ഇവിടെ തന്നിക്കുന്നില്ല, മനസ്സിലാക്കിയാൽ പഠിക്കും. ക്ലിയർ? Can a body move with constant speed having a varying velocity? ഞാൻ ഇതിന്റെ എല്ലാം എക്സാമ്പിൾ വെച്ച് പറയുന്നത് ക്ലിയർ ആവും. കോൺസ്റ്റന്റ് സ്പീഡ്, വേരിയിങ് വെലോസിറ്റി. ഓർത്തിരുന്നാൽ മതി. യൂണിഫോം സർക്കുലർ മോഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, യൂണിഫോം സർക്കുലർ മോഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും. കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും, ബട്ട് വേരിയിങ് വെലോസിറ്റി ആയിരിക്കും. ഓരോ സമയത്തും വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, കറക്റ്റ് അല്ലേ? Can a body move with constant speed? Yes. Having a varying velocity. Varying velocity ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കണം സർക്കുലർ മോഷൻ ഓർ യൂണിഫോം സർക്കുലർ മോഷൻ. അന്നേരം 3 കോംപ്ലിക്കേറ്റഡ് ആൻഡ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. ഈസി, അടിപൊളിയായില്ലേ? അന്നേരം ഇങ്ങനെ ചെയ്യണം, പഠിക്കുകയും വേണം. ഓക്കെ, വാ അടുത്ത ക്വസ്റ്റ്യൻ. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനകത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. അതിന്റെ പ്രോബ്ലം ചെയ്യുന്നതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. 2 parallel rail tracks run north to south. Train A moves with a speed of 15 meters per second and train B moves south. Train A moves north with a speed of 15 meters per second and train B moves south with a speed of 25 meters per second. Question ഇതാണ്, what is the velocity of B with respect to A? What is the velocity of the ground with respect to B? ഇതൊക്കെ എളുപ്പമായിട്ട് പഠിക്കണം. അന്നേരം 2 പാരലൽ റെയിൽ ട്രാക്ക് മൂവ്സ് നോർത്ത് ടു സൗത്ത്. അങ്ങനെ 2 ഡയറക്ഷൻ തരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനെ നിങ്ങൾ പോസിറ്റീവായിട്ടും മറ്റൊരു ഡയറക്ഷനെ നെഗറ്റീവ് ആകും. അപ്പം ഞാൻ ചെയ്യുന്നത് നോക്കണം. ടേക്ക് ഇങ്ങനെ നിങ്ങൾ എഴുതിക്കണം. ടേക്ക് നോർത്ത് ഡയറക്ഷൻ ഇങ്ങനെ എഴുതിയേക്കണം മസ്റ്റ് ആയിട്ട് കേട്ടോ.
take north direction as positive. Okay, and south direction as south direction. Dance south direction as negative. Okay, നെഗറ്റീവ് നെഗറ്റീവ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കും കേട്ടോ. അപ്പം ഞാനിവിടെ നോർത്ത് ഡയറക്ഷൻ പോസിറ്റീവും സൗത്ത് ഡയറക്ഷൻ നെഗറ്റീവ് എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് സൗത്ത് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഒരു അപ്പുറം നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുള്ളൂ. അത് ഇതിനായി ഈ പ്രോബ്ലത്തിൽ പ്രശ്നമേ അല്ല. ഓക്കെ, പുറത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അത് നമ്മൾ പറഞ്ഞു ടേക്ക് നോർത്ത് ഡയറക്ഷൻ ആസ് പോസിറ്റീവ് ആൻഡ് സൗത്ത് ഡയറക്ഷൻ ആസ് നെഗറ്റീവ് എന്ന് മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. നിങ്ങൾ എടുത്തേക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് തന്നേക്കുന്നത് ട്രെയിൻ എ മൂവ്സ് നോർത്ത് വിത്ത് എ സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിൻ എ എന്നുള്ളത് നമുക്ക് മൂവ്സ് വി എന്ന് എഴുതാം. വെലോസിറ്റി ആണല്ലോ, സ്പീഡ് എന്നുള്ളത് വെലോസിറ്റി തന്നെയാണ്. അത് എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് വൃത്തിയായിട്ട് ഇങ്ങനെ എഴുതണം. വി ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. അത് ട്രെയിൻ എ ആണ്. ആൻഡ് ട്രെയിൻ ബി മൂവ്സ് സൗത്ത് വിത്ത് എ സ്പീഡ് ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. അത് നമ്മൾ എഴുതണം വി ബി എന്ന് എഴുതണം. ഈസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ചിലർ ഉത്തരം പറഞ്ഞു കാണും. ഇവിടെ ഒരു ചെറിയൊരു കാര്യം ഇവിടെ ചേർക്കാറുണ്ട്. ഒരു മൈനസ് ഞാൻ ചേർക്കും. എന്തുകൊണ്ടാണ്? നോർത്ത് ഡയറക്ഷൻ പോസിറ്റീവാണ്, ട്രെയിൻ ബി സൗത്തിലോട്ടാണ്. അത് ഞാൻ നെഗറ്റീവായിട്ട് എടുത്തേക്കാം. അതുകൊണ്ടൊരു മൈനസ് എടുത്തു. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അങ്ങനെ വി എ വി ബി എന്ന് എഴുതി. ഇങ്ങനെ നല്ല സ്റ്റെപ്പുകളായിട്ട് എഴുതി പോകണം. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത്രയൊക്കെ എഴുതി. വാട്ട് ഈസ് ദി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? അത് ഞാൻ ഇപ്പുറത്തോട്ട് എ എന്ന് എഴുതും. നിങ്ങൾ താഴെ താഴെ എഴുതി പോകണം. ബി വിത്ത് റെസ്പെക്ട് ടു എ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം വി ബി. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക. വി ബി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി എ. അന്നേരം വി ബി എ ഈസ് ഈക്വൽ ടു VB minus 25 minus 15. Okay, VB is equal to minus 25 minus 15 minus minus 40 meter per second. നിങ്ങൾ ഇതിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് ചിലപ്പം 40 കിട്ടിയെന്നിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് -40 കിട്ടി. ക്ലിയർ? അന്നേരം എ കഴിഞ്ഞു, അടുത്ത ബി ആണ്. വാട്ട് ഈസ് ദി വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി? ഗ്രൗണ്ടിനെ ഞാൻ ജി എന്ന് എഴുതണം. ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണെങ്കിൽ വി ജി ബി എന്ന് എഴുതാം. എപ്പോഴും ഓർത്തേക്കുക, ഗ്രൗണ്ടിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വി ജി ബി, വി ബി എ വി ബി മൈനസ് വി എ ആണ്. വി ജി ബി ആണെങ്കിൽ ഞാൻ എഴുതാം സിമ്പിൾ ആയിട്ട് വി ജി മൈനസ് വി ബി. ഓക്കെ, വി ജി ബി ഈസ് ഈക്വൽ ടു വി ജി എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞല്ലോ, 0 മൈനസ് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഓൾറെഡി വി ബി എന്ന് പറയുന്ന ഒരു മൈനസ് ഉണ്ട്. അന്നേരം മൈനസ് ഒരു സ്റ്റെപ്പ് പോലും കളയുന്നില്ല. അന്നേരം വി ജി ബി ഈസ് ഈക്വൽ ടു 0 മൈനസ് മൈനസ് പ്ലസ് 0 പ്ലസ് 25. വി ജി ബി ഈസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലം ചെയ്യുക. അന്നേരം അറിഞ്ഞിരിക്കേണ്ട കാര്യം, രണ്ട് ഡയറക്ഷൻ വരുമ്പോൾ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആക്കണം, ഒരു ഡയറക്ഷൻ നെഗറ്റീവ് ആക്കണം. പിന്നെ മീറ്റർ പെർ സെക്കൻഡ് തന്നെങ്കിൽ അതുപോലെ എഴുതുക. കിലോമീറ്റർ പെർ അവറിലാണ് തരുന്നതെങ്കിൽ ഒരെണ്ണം മീറ്റർ പെർ സെക്കൻഡിൽ, ഒരു കിലോമീറ്റർ പെർ അവറിലാണ് തരുന്നതെങ്കിൽ ഒരെണ്ണം മീറ്റർ പെർ സെക്കൻഡിൽ, ഒരെണ്ണം കിലോമീറ്റർ പെർ അവറിലോ ആണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അന്നേരം കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് ഗുണിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രൗണ്ടിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്താൽ സിമ്പിൾ ആൻഡ് ഹംബിൾ ബട്ട് പവർഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി യൂസസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്? ഞാൻ പറഞ്ഞു ഗ്രാഫുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. എല്ലാത്തിന്റെയും യൂസസ് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുന്ന യൂസസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലും ഞാൻ എല്ലാ ഗ്രാഫിന്റെയും യൂസസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ 2 ആക്സിലുള്ള നമുക്ക് ആകെ x ആക്സും y ആക്സും. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ
ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് ദി വൈ ആക്സിസ്. വെലോസിറ്റി ഡയഗ്രാം ആണെങ്കിൽ ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് ദി വൈ ആക്സിസ്. ആക്സലറേഷൻ ഡയഗ്രാം ആണെങ്കിൽ ടൈം അലോങ് ദി എക്സ് ആക്സിസ്, ടൈം ആണ് എപ്പോഴും എക്സ് ആക്സിസ് ആൻഡ് ആക്സലറേഷൻ അലോങ് ദി വൈ ആക്സിസ്. ഇനി നമുക്ക് ഓരോന്നിനും യൂസ് നോക്കാം. വെലോസിറ്റി ഡയഗ്രാം. വെലോസിറ്റി ഡയഗ്രാം ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ്? കാൽക്കുലേറ്റ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബോഡി. ഒരു വെലോസിറ്റി ഡയഗ്രാമിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഓഫ് വെലോസിറ്റി ഡയഗ്രാം, വി ടി ഗ്രാഫ് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഡയഗ്രാം ആണ്. ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ ഓഫ് വെലോസിറ്റി ഡയഗ്രാമിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ്. രണ്ട് പോയിന്റ് ആയിട്ട് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം, ഏരിയയിൽ നിന്നും അതിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഫൈൻഡ് വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ്. ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഏത് പറ്റും? വെലോസിറ്റി ഡയഗ്രാഫിന് പറ്റും. അടുത്ത നല്ല രസമുള്ള പോയിന്റ് ആണ് ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. അല്ലെ, ഒരു ബോഡിയുടെ കൃത്യം നേച്ചർ ഒക്കെ മനസ്സിലാക്കാൻ പല ടൈപ്പ് ഗ്രാഫുകളുണ്ട്. കൃത്യമായിട്ട് ഒരു ബോഡിയുടെ നേച്ചർ മനസ്സിലാക്കാൻ നമുക്ക് ഗ്രാഫിലൂടെ സാധിക്കും. അന്നേരം ഈ പോയിന്റ് കോമൺ ആയിട്ട് എല്ലാ ഗ്രാഫിന്റെ യൂസിൽ നമുക്ക് എഴുതാം. ഏതാ? ടു ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. ബാക്കിയുള്ളത് ശ്രദ്ധിച്ചിരുന്നു, എളുപ്പമാണ്. ആക്സലറേഷൻ ഡയഗ്രാഫ്. ഏരിയ അണ്ടർ ആക്സലറേഷൻ ഡയഗ്രാഫ് ഈസ് വെലോസിറ്റി ഓഫ് ദി ബോഡി. വെലോസിറ്റി ഡയഗ്രാഫ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഡയഗ്രാഫ് ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം അതിന്റെ ഏരിയയിൽ നിന്ന്. അത് മെയിൻ പോയിന്റ് ആണ്. ഇറ്റ് ഗീവ്സ് ആക്സലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ്. സ്വാഭാവികമായിട്ടും ആക്സലറേഷൻ ഡയഗ്രാഫ് ആകുമ്പോൾ ആ ഇൻസ്റ്റന്റ് ഉള്ള ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള പോയിന്റ് കാച്ചി ടു ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. അടുത്ത പൊസിഷൻ ഡയഗ്രാഫ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ബോഡി. പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പൊസിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. ഇത് നമ്മളൊരു കളിപ്പിരി പ്രസ്ഥാനത്തിൽ ഒരു പോയിന്റ് ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ മൂന്നെണ്ണത്തിന് നമുക്ക് പറ്റുന്ന കോമൺ പോയിന്റ് ടു ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. അന്നേരം പൊസിഷൻ ഡയഗ്രാഫ് ആണെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കും, വെലോസിറ്റി കണ്ടുപിടിക്കാൻ സഹായിക്കും, എനി ഇൻസ്റ്റന്റ് ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ സഹായിക്കും, ടു ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. അന്നേരം ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ല, ഇവിടെ മൂന്ന് പക്ഷിയെ കിട്ടി. വെലോസിറ്റി ഡയഗ്രാഫിന്റെ യൂസായി, ആക്സലറേഷൻ ഡയഗ്രാഫിന്റെ യൂസായി, പൊസിഷൻ ഡയഗ്രാഫിന്റെ യൂസായി. ക്ലിയർ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, അടുത്തതിലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചത്. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എ സർട്ടൻ വെലോസിറ്റി ഈസ് സബ്ജക്റ്റഡ് ടു എ റിട്ടാർഡേഷൻ ഓഫ്, പിന്നെ ശ്രദ്ധിക്കണം, ഓടിച്ചു വിട്ടു പോകുന്നതിന്റെ പിന്നെ ശ്രദ്ധിച്ചാൽ റിട്ടാർഡേഷൻ ഓഫ് 4 meter per second square. If it returns to the starting point in 12 seconds, calculate the initial velocity. Initial velocity ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ ഒക്കെ വായിക്കാം. A particle moving with a certain velocity is subject to a retardation of. Retardation എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലൂടെ അതും പഠിക്കാമല്ലോ, പഠിപ്പിച്ചതാണ്. The negative of acceleration is called retardation. നെഗറ്റീവ് ഓഫ് ആക്സലേഷൻ. ആക്സലേഷന്റെ നെഗറ്റീവിനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. അന്നേരം ഒരു പ്രോബ്ലത്തിൽ റിട്ടാർഡേഷൻ വന്നാൽ പിന്നെ നമുക്ക് സംശയം വേണ്ട, a is equal to 4 meter per second square ആണ്. പക്ഷേ റിട്ടാർഡേഷൻ ആയിട്ട് -4 meter per second square. മൈനസ് എന്തുകൊണ്ട് വന്നു? റിട്ടാർഡേഷൻ നെഗറ്റീവ് ഓഫ് ആക്സലേഷൻ ആയതുകൊണ്ട്. ക്ലിയർ? ഓക്കെ. പോയിന്റ് ഇൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ 12 seconds. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം, അത് ടൈം ആണല്ലോ സെക്കൻഡ് എന്ന് പറയുന്നത്, 12 seconds. ഇനി ഇതിനകത്തൊരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു ഡേറ്റ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് കണ്ടുപിടിക്കണം. നണ്ടിപ്പോഴാണ് കിടക്കുന്നത്. ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു വസ്തു ഞാൻ അങ്ങോട്ടിട്ടു, തിരിച്ചതേപോലെ ഇങ്ങനെ തിരിച്ചു വന്നു, അതല്ലേ? ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടിട്ടു, തിരിച്ചതേപോലെ പൊസിഷനിങ് തിരിച്ചു വന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? അവിടെ വരെ പോയാൽ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടാം, തിരിച്ച് അതേ പൊസിഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0. അതറിഞ്ഞിരിക്കണം. ഒരു ബോഡി സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് തിരിച്ച് അതേ സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചു വന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് S എന്ന് പറയുന്നത് 0. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? U, ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. ഓക്കെ, ഏത് ഇക്വേഷൻ വെച്ച്? S is equal to ut plus half at half at square. ഓക്കെ, രസകരമായിട്ട് പഠിക്കണം ഫിസിക്സ്. എസിന് പകരം 0 ഈക്വൽ യു ആ കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് u ഇൻറ്റു ടിക്ക് പകരം 12.
ഇപ്പം കുറച്ച് പേര് വിചാരിക്കും സാറ് പെട്ടെന്ന് സ്റ്റെപ്പ് എഴുതി തരും. അങ്ങനെ വിചാരിക്കരുത്. കാരണം അറിയാം, ഏത് കുട്ടികളും ഏത് രീതിയിലുള്ള കുട്ടികൾക്കും മനസ്സിലാവും അല്ലേ. ടോപ്പ് ലെവലുള്ളതോ അങ്ങനെ ഒന്നുമില്ല, എല്ലാ കുട്ടികൾക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നത് കേട്ടോ, കുഴപ്പമില്ലല്ലോ. പ്ലസ് ഹാഫ് എ എന്ന് പറയുന്നത് -4 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുന്നത് 12 സ്ക്വയർ. നമ്മൾ എന്തിനാ സ്റ്റെപ്പുകളൊക്കെ പറയും. 0 is equal to u into 12u പ്ലസ് ഹാഫ് ഇൻറ്റു -4 ഇൻറ്റു 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. എനിക്ക് കാൽക്കുലേറ്ററിന് ആവശ്യമൊന്നുമില്ല, ഈ പ്രോബ്ലത്തിനൊന്നും ആവശ്യമേ ഇല്ല. 0 is equal to 12u, ഒരു പ്ലസും മൈനസ് പറയുമ്പോൾ മൈനസ് ഹാഫ് ഇൻറ്റു ഇവിടുന്ന് വേണമെങ്കിൽ ഒരു വെട്ടാം, 2 ഒരു 4 വെട്ടുമ്പോൾ ഇവിടെ 2 കിട്ടും. നല്ലൊരു വെട്ടാം, ഇവിടെ വെട്ടാം, കുഴപ്പമില്ല. അന്നേരം 2 ഇൻറ്റു 144 എന്ന് പറഞ്ഞാൽ 288. കണ്ടോ, ഇതേ ഇക്വേഷൻ ഞാൻ തിരിച്ചങ്ങ് എഴുതി. യു എൽ കണ്ടുപിടിക്കണ്ടേ. 12u minus 288 is equal to 0. കണ്ടോ, കൊച്ചു പിള്ളേരെ ഇങ്ങനെ പഠിപ്പിക്കത്തില്ല, LKG പിള്ളേരെ പോലെ അംഗൻവാടി പോലും പഠിപ്പിക്കത്തില്ല. 12u is equal to 0 plus 288. 12u is equal to 288. u is equal to 288 by 12. u is equal to 24 meter per second. ഇത് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാം. എല്ലാ സ്റ്റെപ്പുകളും ക്ലിയർ ആയല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്തോണം, നെഗറ്റീവ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മൈനസ് ചേർത്തേക്കണം ആക്സലറേഷൻ്റെ അവിടെ. ഇപ്പം റിട്ടാർഡേഷൻ 5 meter per second square, a is equal to 5 meter per second square അങ്ങനെ കൊടുത്തേക്കാം. പിന്നെ if it returns to the starting point ആണെങ്കിൽ s is equal to 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിംപ്ലി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മൾ എഴുതത്തില്ല. ഓക്കെ, അല്ല നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ വിചാരിക്കും സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്കറിയാം, കൊള്ളാം, ഞങ്ങൾക്കറിയാം, പക്ഷെ എഴുതി വരുമ്പോൾ ഒന്നും കാണത്തില്ല. സ്പീഡും വെലോസിറ്റി തമ്മിൽ വലിയ ആത്മബന്ധമുണ്ട്. കാരണം ഭയങ്കര റിലേഷൻ ആണ് ഇവർ തമ്മിൽ, സ്പീഡും വെലോസിറ്റി. കാരണം അതിന്റെ യൂണിറ്റ് രണ്ടും സെയിം ആണ്. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെ മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ, രണ്ടിന്റെ ഡയമെൻഷൻ L(t⁻⁻1) ആണ്. ഇവിടൊക്കെ ഇവര് ഭയങ്കര അസാധാരണമായ ബന്ധമാണ്, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. നോക്കി ഡിഫറൻസ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി രണ്ട് കോളമായിട്ട് വരച്ചെഴുതുന്നതായിരിക്കും ഈ ഡിഫറൻസിനൊക്കെ എപ്പോഴും നല്ലത്. സ്പീഡ് വെലോസിറ്റി രണ്ട് കോളമായിട്ട് വരച്ചു. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അത് വ്യത്യാസമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് സ്പീഡാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. രണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി, ഭയങ്കര ഡിഫറൻസ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ കൂടെ തന്നെ പറഞ്ഞ സ്കെയിലർ ക്വാണ്ടിറ്റി ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ളതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ക്ലിയർ? സ്പീഡ് ക്യാൻ ബി പോസിറ്റീവ് ഓൺലി. സ്പീഡ് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു വണ്ടിയിൽ പോകുന്നു, -150 km/h സ്പീഡ് എന്ന് പറയുമോ? ഇല്ല. അതായത് സ്പീഡ് എപ്പോഴും 150 km/h. അത് മതി. അതായത് സ്പീഡ് ക്യാൻ ബി പോസിറ്റീവ് ഓൺലി. വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. വെലോസിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോയും ആകാം. അന്നേരം അത് ശ്രദ്ധിച്ചോണം. നാലാമത്, സ്പീഡ് ഇറ്റ് ടെൽസ് നത്തിങ് അബൌട്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. ഒരു ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് മോഷനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല സ്പീഡ്. പക്ഷേ വെലോസിറ്റി കൃത്യമായിട്ട് പറയും. ഇറ്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. അന്നേരം ചിലതിനൊക്കെ 4 പോയിന്റ് ഉണ്ടെങ്കിൽ 2 മാർക്ക് തരുള്ളൂ, ചിലതിന് 3 പോയിന്റ് ഉണ്ടെങ്കിൽ 2 മാർക്ക് തരും. അന്നേരം ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അന്നേരം ഓർമ്മയുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് 4 പോയിന്റ് ഒന്ന് പഠിച്ച് എൻ്റെ മക്കൾ എഴുതിക്കണേ. അന്നേരം ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി ഞാൻ മോഷൻ സ്ട്രൈറ്റ് ലൈൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തൽക്കാലം നിർത്തുന്നു. പിന്നെ എല്ലാ ചാപ്റ്ററും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യിപ്പിക്കാമെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യിപ്പിക്കും, ഉറപ്പായിട്ട്. എത്രമാത്രം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും അത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അന്നേരം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഈ ആഴ്ച കൊണ്ട് ഏകദേശം നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അഡീഷണൽ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം വെച്ച് പഠിക്കും. അന്നേരം എല്ലാം നിങ്ങളെ ഞാൻ മാക്സിമം പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുക. ഇതുവരെയും കാണാത്തവർക്ക്
ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നിമിഷത്തേക്ക് പഠിത്തം മാറ്റി വെക്കരുത്, ഉഴപ്പരുത്. നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് പഠിക്കുന്നത് എനിക്കറിയാം. നന്നായിട്ട് നിങ്ങൾ മാർക്കും മേടിക്കും, ഉറപ്പാണ്. അന്നേരം അതിനിടെ നിങ്ങൾക്കുള്ള മോട്ടിവേഷണൽ വീഡിയോസ്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ കിട്ടും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക. ഓക്കെ, അന്നേരം നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ.